ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു.ഡി.എഫിൽ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്നു. രണ്ടാം തവണയും ചർച്ചയിൽ തീരുമാനമാകാതെ പിരിഞ്ഞതോടെ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിന് മേൽ നിലപാട് ഘടിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ്. ഈ മാസം 13-ന് നടക്കുന്ന മൂന്നാം ഘട്ട ചർച്ചയിൽ തീരുമാനമുണ്ടാകണമെന്നാണ് ലീഗിന്റെ ആവശ്യം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് യു.ഡി.എഫിൽ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. രണ്ടാം തവണയും ചർച്ചയിൽ തീരുമാനമാകാതെ പിരിഞ്ഞതോടെയാണ് മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിന് മേൽ മുസ്ലിം ലീഗ് നിലപാട് ഘടിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? വൃന്ദ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യു.ഡി.എഫിനകത്ത് ഇത്തരത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുകയാണ്. പ്രധാന കക്ഷിയായ കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളുമായുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. ഇന്നിപ്പോൾ മിക്ക കക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെ ഒരു അസംതൃപ്തി ഉള്ളത് ഇതിൽ ലീഗിന് മാത്രമാണ്. ലീഗിന്റെ ചർച്ചകളാണ് ഇപ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി നടന്ന ചർച്ചകളിലും ഈ മൂന്നാം സീറ്റ് എന്ന ലീഗിന്റെ ആവശ്യത്തോട് ആ ആവശ്യത്തെ അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 13-ാം തീയതി വീണ്ടും ലീഗുമായി ഒരു മൂന്നാം ഘട്ട ഉഭയകക്ഷി ചർച്ച നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകണം എന്നതാണ് ലീഗിന്റെ നിലപാട്. ആ നിലപാടിൽ ലീഗ് കുറെ കൂടി ശക്തമായ ആ നിലപാട് മുന്നോട്ട് വെക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലീഗ് നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം അത് ഹൈക്കമാൻഡാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന ഒരു നിലപാടാണ് നിലവിൽ സംസ്ഥാന കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ അത്തരമൊരു വാദമാണ് സംസ്ഥാന കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ സംസ്ഥാന കോൺഗ്രസിനകത്തെ തന്നെ നേതാക്കൾക്ക് ഈ ലീഗിന്റെ ഈ ആവശ്യത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിൽ നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ ലീഗ് മുന്നോട്ട് വെക്കുന്നത്, അതായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ ഈ വയനാട് സീറ്റ് അല്ലെങ്കിൽ വടകര സീറ്റ് അടക്കമുള്ള ഈ സീറ്റുകളിൽ ലീഗിനെ പരിഗണിക്കണം, ഈ സീറ്റുകൾ ലീഗിന് വിട്ടു നൽകണം എന്നതാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. ഏതായാലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ, അതായത് സാധാരണ നേരത്തെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടങ്ങളിലെല്ലാം, നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴെല്ലാം ഈ മൂന്നാം സീറ്റ് എന്നൊരു വാദവുമായി ലീഗ് മുന്നോട്ട് വരാറുണ്ട്. പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ലീഗിനെ സംസാരിച്ച് സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിലാണ് ഇത്രയും കാലം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇക്കുറി അതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് ലീഗ് പോകുന്നു എന്നതാണ് ഏറ്റവും സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യം. ഈ സീറ്റ് എന്തായാലും ലീഗിന് വേണം, അതിൽ ഒരു ഉറച്ച് നിൽക്കുന്ന ഒരു നിലപാടാണ് ലീഗ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ അത് നൽകാനാവില്ല, ഒരു സീറ്റ് കൂടി ലീഗിന് വിട്ടു നൽകാൻ പ്രയാസമുണ്ട് എന്ന നിലയിലേക്ക് കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത് ഹൈക്കമാൻഡിനാണ് ഇക്കാര്യത്തിൽ കൂടുതൽ പറയാൻ കഴിയുക എന്നൊരു വാദമാണ് സംസ്ഥാന കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും 13-ാം തീയതി ലീഗുമായി ഒരു മൂന്നാം ഘട്ട ഉഭയകക്ഷി ചർച്ച കൂടി നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട, ഈ സീറ്റുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ആ യോഗത്തിൽ കൈക്കൊള്ളണം എന്നതാണ് ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാട്. ഏതായാലും 13-ാം തീയതി ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടായേക്കും. അതോടൊപ്പം തന്നെ പി.ജെ. ജോസഫിന്റെ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ചകളും പൂർത്തിയായിരുന്നു. കോട്ടയം സീറ്റ് പി.ജെ. ജോസഫിന് നൽകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ, അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പി.ജെ. ജോസഫിന് കോൺഗ്രസ് നിർദ്ദേശം നൽകിയതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ലീഗുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിലവിൽ യു.ഡി.എഫിനകത്ത് ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ 13-ന് ഒരു അന്തിമ തീരുമാനമുണ്ടായേക്കും. വൃന്ദ, വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു.ഡി.എഫിൽ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ മാസം 13-ന് നടക്കുന്ന മൂന്നാം ഘട്ട ചർച്ചയിൽ തീരുമാനമുണ്ടാകണമെന്നാണ് ലീഗിന്റെ ആവശ്യം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട്.